നമസ്കാരം ഷാമേ. ഇന്നത്തെ സാധനയിൽ ഗുരുജി നാഗശിവയെ കുറിച്ച് പറയണ്ടായില്ല. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല എനിക്ക്. പിന്നെയും കുറച്ച് വേറെയും 10-12 നാഗങ്ങളെ കുറിച്ച് പറയണ്ടായി. ഓ അത് ശരി. ആ പേരുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ നാഗശിവ എന്ന് ആദ്യമായിട്ടായിരുന്നു കേട്ടത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ? തീർച്ചയായിട്ടും പറയാമല്ലോ. ആദ്യം തന്നെ നമ്മൾ പറയുമല്ല, അനുഭവിക്കുകയോ ചെയ്തത്. അതുകൊണ്ടാണ് പറയാൻ പറ്റാഞ്ഞത്. അത് ആദ്യത്തെ യാഥാർത്ഥ്യ ദോഷം. എപ്പോഴും ബ്രാഹ്മിയിൽ തിയറി അല്ല, ആദ്യമേ പ്രാക്ടീസാണ്. പിന്നെ തിയറി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാറുള്ളൂ. അനുഭവം ഇല്ലാതെ പറഞ്ഞാലും മനസ്സിലാവില്ല, അല്ലേ? അനുഭവമാണ് അടിസ്ഥാനത്തെ ജ്ഞാനത്തിൻ്റെ ഏറ്റവും സത്യം. അതല്ലേ ധ്യാനം, ധാരണ എന്ന് പറഞ്ഞാൽ അനുഭവം വേണം. അനുഭവം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം എന്നുവെച്ചാൽ മനസ്സിൻ്റെ പരിധിക്ക് അപ്പുറത്താണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ മാത്രമേ അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ എന്തായിരുന്നു അതിൻ്റെ അർത്ഥം എന്നുള്ള ബോധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നാഗ ശിവ. നാഗം എന്നർത്ഥമാക്കുന്നത് കുണ്ടലിനിയാണ്. കുണ്ടലിനി 3.5 ചുറ്റിൽ കിടക്കുന്ന കുണ്ടലിനി ചൈതന്യത്തെയാണ് നമ്മൾ നാഗം എന്ന് പറയുന്നത്. ഈ കുണ്ടലിനി ചൈതന്യം സുഷ്മയിലുള്ള പ്രാണനാണ്. ഇതൊരു ജീവൻ മാത്രമാണ്. ഈ ജീവൻ മുകളിലോട്ട് ഉയരുമ്പം ഇത് ഉയരണമെങ്കിൽ 2 പാതകളുണ്ട്, അല്ലെ 2 ചാനലുകളുണ്ട്. ഇടാ പിങ്കള നാഡികളിലൂടെ സുഷ്മയിലുള്ള പ്രാണൻ മുകളിലോട്ട് പൊങ്ങുന്ന ആ ടൈമിലാണ് സെൽഫ് റിയലൈസേഷൻ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്. ഈ പ്രാണൻ പൈനൽ ഗ്രന്ഥിയുടെ ആജ്ഞാ ചക്രത്തിൻ്റെ അവിടെ എത്തുമ്പം ഈ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും അപ്പുറത്തേക്ക് ഇതൊരു ജീവനായി മാത്രം നിൽക്കും. ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ശരീര മന ബുദ്ധി ഇത് 3മല്ല ഒരാൾ. ശരീരവുമല്ല, മനസ്സുമല്ല, ബുദ്ധിയുമല്ല. ദ പ്യുവർ കോൺഷ്യസ്. ആ ഒരു സ്റ്റേറ്റാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. അപ്പം ഇതൊരു ജീവൻ മാത്രമാണെന്നുള്ള അതല്ലേ പറയുന്നത്, നമ്മുടെ ഓപ്പണായെന്ന്. നമ്മുടെ ആത്മബോധം തുറന്നല്ലേ ഇന്നത്തെ മോഡേൺ ഫാഷൻ തേടായി ഓപ്പണിങ്. തേടായി ഓപ്പൺ ചെയ്യുന്നു തേടായി മീൻസ് ഇതൊരു ഈ 2 കണ്ണുകൾ കൊണ്ടും ഗ്രഹിച്ചതല്ലാതെ ഇതൊരു ജീവനാന്നുള്ള പരമമായിട്ടുള്ളൊരു സത്യത്തെ മനസ്സിലാക്കുന്ന സ്റ്റേറ്റ്, ആ ഒരു കോൺഷ്യസ് ലെവൽ. അതറിഞ്ഞാൽ എന്താവുന്നത്, നമ്മുടെ ഭാരതത്തിൽ ശിവ എന്നർത്ഥമാക്കുന്നത് ഇല്ലാത്തൊന്നിനെയാണ്. ഒരു എംറ്റി ആയിട്ടുള്ള ഒരു സ്പേസിനെയാണ്. ഒരു എംറ്റി ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ശിവ എന്ന് വിളിച്ചത്. ഇന്ന് പഠനങ്ങൾ പോലും പറയുന്നു, അല്ലെ, ഈ കോസ്മിക് മുഴുവനും ഒരു തരത്തിലുള്ള ഒരു ആനന്ദം ആണെന്നുള്ളത്. ഇത് ആനന്ദം വെക്കുക, ഒരു നൃത്ത ചുവടുകൾ പോലാണ് ഈ കോസ്മിക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോസ്മിക് ആയിട്ടുള്ള എനർജി, അതിനെ നമ്മൾ ശിവ എന്ന് വിളിച്ചു. അത് ഒരു എംറ്റിയാണ്, ശൂന്യതയാണ്. അതിന് സാധ്യതയുണ്ട്, അതൊരു പക്ഷെ ഒരു ശൂന്യതയാണ്. ഇതും ഈ മനസ്സും ശരീരവും നിലയ്ക്കുന്നൊരവസ്ഥയിൽ നമ്മളും ഒരു ശവമാണ്. ശിവ മീൻ ശവ. നമുക്കറിയാം, മരിച്ച ആളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അവർ മരിച്ചു കിടക്കുന്നു. അപ്പം അതേപോലെ നമ്മുടെ ഉള്ളിലെ എല്ലാ വ്യക്തിബോധവും ഞാൻ ഇതല്ല എന്നുള്ള സ്റ്റേറ്റിൽ നമ്മൾ ഉണരുന്നു. എങ്ങോട്ടേക്ക്? ബ്രഹ്മം എന്ന് പറയുന്നത് ആനന്ദം, സച്ചിത് ആനന്ദ്. ഞാൻ എപ്പോഴും ആനന്ദമാകുന്ന ഒന്നാണ്. ആനന്ദത്തിന് പരിധിയില്ല. ആനന്ദം ഒരു സാഹചര്യത്തിലുള്ളതല്ല. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒന്നിലും നമ്മൾ നിർത്താൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്കും ഒന്നാന്നുള്ളതിൻ്റെ ബോധം. അപ്പം ഈശ്വരനാണ് ശിവൻ. ഈശ്വര എന്ന് ഭാരതീയ ചിന്തയിൽ നമ്മൾ എന്തിനെയാണ് വിളിക്കുന്നത്? ഈശ്വരൻ എന്ന് പറഞ്ഞ ശുദ്ധ അവബോധത്തിനെയാണ് പറയുന്നത്. ഒരു ജീവൻ നാഗം 3.5 ചുറ്റിലുള്ള കുണ്ടലിനി ചൈതന്യം മുകളിലോട്ട് ഉയരുന്ന സമയം ഒരു വ്യക്തിക്ക് അവൻ്റെ ബുദ്ധി, ആ ഒരു അവബോധത്തെ തിരിച്ചറിയുന്ന ആ ഒരു ബുദ്ധിയും അതിൽ സമചിത്തതയോടുകൂടി ജീവിക്കുന്നതുമാണ് ഒരു ജീവൻ്റെ അടിസ്ഥാന പ്രക്രിയ. അവബോധം, അവയർനെസ്. ജീവനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവയർനെസ് ഉണ്ടാവും. ഏകവും ഒന്ന്, അല്ലേ? ഞാനും ഇതും ഒരു ശരീരമാണ്. ഇപ്പം നമ്മുടെ മുന്നിൽ ശരീരം മാത്രമല്ല, പക്ഷെ ഇതും എല്ലാം തന്നെ ഈ മണ്ണും, അല്ലേ, ഈ നിൽക്കുന്ന വൃക്ഷങ്ങളും മരങ്ങളും ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ ജീവൻ. ഏകവും ഒന്നായിരിക്കും. ഇതൊരു ജീവൻ മാത്രമാണ്, അല്ലേ? ഇപ്പം എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതിങ്ങനെ ഒന്ന് അടച്ചു വെച്ചാൽ തീരാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ജീവൻ മാത്രമായിരുന്നു. ഇത് ജീവൻ്റെ അടിസ്ഥാനം മാത്രമാണ്. അപ്പോൾ ഈ ജീവൻ്റെ പരിണാമം സംഭവിക്കണമെങ്കിൽ കുണ്ടലിനി ചൈതന്യം നമ്മളിൽ ഉണരിയിരിക്കണം. അല്ലെങ്കിൽ അത് ആ സ്റ്റേറ്റിൽ മാത്രമേ ധാരണ എന്ന് പറയുന്നൊരവസ്ഥ നടക്കുന്നുള്ളൂ. എപ്പോഴും നമ്മൾ വിലയിരുത്തണം, അല്ലേ? നമ്മുടെ അവയർനെസ് വർദ്ധിക്കണം. നമ്മുടെ ശരീരവും മനസ്സിനും അപ്പുറത്തേക്കുള്ള ജീവൻ്റെ സാധ്യതയെ നമ്മളാണ് അറിയേണ്ടത്. ഓരോ നിമിഷവും ജീവനെ അനുഭവിച്ചത്. ഈ ജീവനെയാണ് അനുഭവിക്കേണ്ടത്, മൈൻഡിനെയും ബോഡിയല്ല.
ശരീരത്തെ മനസ്സിനെ അല്ല അനുഭവിക്കേണ്ടത്. ഇതിനപ്പുറത്തേക്കുള്ള പ്യുവർ സെൽഫിൻ്റെ അവയർനെസ്സിനെ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചറിയാനായിട്ടുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടാവും. അതിനെയാണ് നമ്മൾ അവബോധം എന്ന് വിളിച്ചത്. അനുഭവജ്ഞാനം വരണം. അതെ. അപ്പോൾ ജ്ഞാനം വരണമെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റിൽ ധ്യാനത്തിലായിരിക്കണം. കുണ്ടലിനി അവയ്ക്കായാലും എന്താ, നമ്മൾ ഈ ധ്യാനം തന്നെ സംഭവിക്കും. ആ ധ്യാനം സംഭവിക്കുമ്പോൾ തന്നെ നമുക്ക് അവയർനെസ് വരും, ധാരണ സ്റ്റേറ്റ് സംഭവിക്കും. ഈ അവയർനെസ് സ്റ്റേറ്റ് എങ്ങോട്ടുണ്ടാവും? ശൂന്യതയിലേക്ക് നയിക്കും. ശൂന്യമായി കഴിഞ്ഞാൽ ശിവനായി. അത് ഈ ശരീരത്തിനും മനസ്സിനും അപ്പുറത്തേക്ക് ഈ ജീവൻ എന്ത് ചെയ്തു? വീണ്ടും ഒരു ജനന മരണ പ്രക്രിയക്കപ്പോൾ ഈ കാലചക്രത്തിനപ്പുറം തന്നെ അതൊരു ശൂന്യമായ ഒരു പ്രകാശമല്ലേ അല്ലേ? ഗോഡ് ഈസ് ലൈറ്റ്. ബ്രഹ്മം എന്ന് പറയുന്ന പ്രകാശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രകാശം ആനന്ദം നിറഞ്ഞിരിക്കുന്ന പ്രകാശമാണ്. ഈ പ്രകാശമായി ഈ ജീവൻ അലിഞ്ഞു ചേരുന്നു. വീണ്ടും ഒരു പ്രോസസ്സില്ല, അത് അതിലെ ആനന്ദമായി ലയിച്ചു. അതിന് കുണ്ടലിനി ചൈതന്യം, നാഗശിവ, ഇതിനെയാണ് ആത്മമുക്തി എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് പരമാനന്ദം എന്ന് വിളിക്കുന്നത്. മുക്തി എന്ന് വെച്ചാൽ എന്താണ്? വീണ്ടും പ്രക്രിയയിലേക്ക്. ഇതിൻ്റെ ഒരു നിർബന്ധ കർമ്മ പ്രയത്നത്തിൻ്റെ ഘടനയില്ലാതെ, ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒരു കാരണ ശരീരത്തിൻ്റെ ആവശ്യമില്ലാതെ, പരിധിയില്ലാത്തതിൻ്റെ, സുഖമല്ല ശാശ്വതമൊന്നും എന്നാൽ ജീവൻ പരമാനന്ദമാണെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ സ്റ്റേറ്റിനെയാണ് നമ്മൾ അതിനെ മുക്തി എന്ന് വിളിച്ചു. ബ്രഹ്മത്തെ നമ്മൾ ശാശ്വതമെന്നും പറഞ്ഞു, റിയാലിറ്റിയായി ഒന്നെന്നുള്ളത്. ആ സ്റ്റേറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു സാധന പ്രക്രിയയാണ് നാഗ ശിവ എന്ന് പറയുന്നത്. ശിവ മീൻസ് യുവർ സെൽഫ്, നിങ്ങളാണ് ശിവൻ. എന്നാൽ ഈ പ്രാണൻ, ഇതൊരു പ്രാണൻ, ഞാൻ പറയുന്നത് ഇത് ജീവൻ മാത്രമാണ്. ഈ ജീവൻ ഇതൊരു നിൽക്കുന്ന മൂലാധാര ചക്രത്തിൽ നിന്ന്, ഇതൊരു മൂലാധാര ചക്രം അടിസ്ഥാനമാണ്, റൂട്ട് ചക്രമാണ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. എല്ലാ ജീവനും ഇവിടെ നിൽക്കുന്ന മൂലാധാരയിലാണ്. എന്നാൽ ഈ ജീവൻ്റെ സാധ്യത തുടങ്ങുന്നത് സ്വാധിഷ്ഠാനയിലാണ്. അവിടം തൊട്ട് നമ്മുടെ ബോധത്തിനുള്ള സാധ്യത കൂടുവാണ് ആ ഒരു സ്റ്റേറ്റ് എത്തുവാനായിട്ട്. അങ്ങനെ കുണ്ടലിനി ചൈതന്യം ഉയരുമ്പോൾ ഒരു വ്യക്തി സ്വന്തം ബോധമായി ചേരുന്നൊരു പ്രക്രിയയാണ് നാഗശിവ എന്ന് പറയുന്ന ഒരു സാധനയുടെ രീതിയിൽ വരുന്നത്. വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു ഗുരുജി. അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇന്ന് ബ്രാഹ്മി 21 ഡേയ്സ് തീർന്നല്ലോ. അപ്പോൾ ഞങ്ങൾ 10-14 സാധകർ അതിലുണ്ടായിരുന്നു. പലർക്കും പല ഡിഫറെൻറ്റ് എക്സ്പീരിയൻസിലൂടെ ഞങ്ങളൊക്കെ കടന്നുപോയി. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സാധന കോഴ്സുകളിൽ ചേരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒക്കെ ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും. ബ്രാഹ്മി 21 ഡേയ്സ് എന്ന് പറയുമ്പം എൻ്റെ പ്യുവറായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ജീവമുക്തിയുടെ പ്രാധാന്യം എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ചിലവർക്ക് ഇന്നത്തെ കാലത്ത് ഇത് വളരെ തെറ്റിദ്ധാരണ പടർന്നിരിക്കുന്നതാണ്. ജീവമുക്തി, സമാധി എന്നൊക്കെ കേൾക്കുമ്പം തന്നെ ഇതെല്ലാം തന്നെ ഈ ജീവൻ്റെ പരമമായിട്ടുള്ള ഒന്നിനെ ഇവിടെ അനുഭവിക്കാതെ വേറെ എന്തിനോ ഒന്നിലേക്ക്, അല്ലെ വേറെ ഏതോ ഒന്നിനെയാണ് സംസാരിക്കുന്നത്. ഒരു മതമോ അല്ലെങ്കിൽ ഏതോ ഈശ്വരനെ വിശ്വസിക്കുന്നതോ, അല്ലെങ്കിൽ ഇതല്ല ഈ ലോകം മുഴുവനും നെഗറ്റീവാണ്, നമ്മൾ എവിടേക്കോ സഞ്ചരിക്കണം, ദൈവത്തിൻ്റെ അരികിൽ നിൽക്കണം, ദൈവത്തിൻ്റെ കൂട്ടാളികളായിരിക്കണം. ഇതിനൊന്നുമല്ല ഞാൻ ഇൻറ്റൻഷൻ വെക്കുന്നത്. ഇതൊന്നുമല്ല ജീവൻ്റെ പ്രാധാന്യം. ബ്രാഹ്മി 21 ഡേയ്സിൽ അറ്റൻഡ് ചെയ്തവർക്കെല്ലാം അറിയാൻ സാധിക്കും. ഈ ഇടയ്ക്ക് കഴിഞ്ഞിടയിൽ ഒരാൾ എൻ്റെ അടുക്കോട് പറഞ്ഞു, ഞാനൊരു വീട്ടമ്മയാട്ടോ എന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിൽ പറഞ്ഞില്ല, പക്ഷേ എൻ്റെ അരികിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ വീട്ടമ്മയാണ്, പക്ഷെ അവർ വേറെ പലതിനെയാണ് അവരുടെ ജീവൻ ആഗ്രഹിക്കുന്നതും അത് എത്തിച്ചേരാനായിട്ട് അവർ ശ്രമിക്കുന്നതും. ഞാൻ വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പർട്ടിക്കുലറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് അവിടെ ഒതുങ്ങാൻ പറ്റും. ഞാൻ അതല്ലാത്തതായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പലതിനെയും തേടുന്നത്. ഞാൻ വീട്ടമ്മയാവും, ഞാൻ ഡോക്ടറാവും, ഞാൻ എഞ്ചിനീയറാവും, ഞാൻ രാഷ്ട്രീയക്കാരനാവും, പൈലറ്റാവും, എല്ലാം ആവും. പക്ഷെ അവിടെ ഒന്നും എനിക്ക് ഒതുങ്ങില്ല. ഞാൻ അവിടെ നിന്നും കയറി പോകാൻ ശ്രമിക്കും. വീട് കിട്ടിയാൽ അവിടെ ഒതുങ്ങില്ല, അവിടെ നിന്ന് വേറെ അടുത്തും നമ്മൾ സഞ്ചരിക്കും. വെച്ചാൽ മനുഷ്യൻ അങ്ങനെയാണ്. ഇവിടെ ജീവിക്കുമ്പം കാട്ടിൽ ജീവിക്കാൻ തോന്നും, കാട്ടിൽ ജീവിക്കുമ്പം കടലിൽ ജീവിക്കാൻ തോന്നും. മനുഷ്യൻ്റെ ചിന്തകൾ എവിടാണോ, അവൻ സുഖത്തിൻ്റെ അവൻ്റെ ഭാവനയാണ് ജീവൻ. അവൻ ഭാവന കൊണ്ടാണ് ജീവനെ കാണുന്നത്. ഇതാണ് സുഖം. പക്ഷെ അവൻ ആനന്ദത്തെ അറിയാത്തതുകൊണ്ട് അവൻ സുഖത്തിൽ അടിമപ്പെട്ടു. അപ്പം നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ ബ്രാഹ്മി 21 ഡേയ്സിൽ വന്നവർക്കെല്ലാം തന്നെ എക്സ്പീരിയൻസ് ദ ജീവൻ. ഇതൊരു ജീവനായതുകൊണ്ടാണ് ഇത് എനർജിയെ സ്പന്ദിക്കുന്നത്. ഞാൻ നിങ്ങളെ ഫിസിക്കലി ഉള്ളൊരു സാധനമല്ലേ, നിങ്ങളെ കൊണ്ട് ഒരു ആസനാസം ഒന്നുമല്ല ചെയ്യിപ്പിക്കും. തന്ത്രയാണ്. തന്ത്ര എന്തിനെ അർത്ഥമാക്കുന്നത്? ഒരു ദിവ്യ മനസ്സിനെയാണ്. നിങ്ങളുടെ ഊർജ്ജ ശരീരത്തിലാണ് സ്പർശനം സംഭവിക്കുന്നത്. ആ സ്പർശനം സംഭവിക്കുമ്പോൾ എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ലോകത്തിൻ്റെ ഏത് മുക്കിലിരുന്നാലും ഇതൊരു ജീവനാന്നുള്ള തിരിച്ചറിവാണ് ആ സ്പോട്ടിൽ, അല്ലേ? ഒരു 2 മണിക്കൂർ നേരം ഞാൻ ഈ ശരീരവും മനസ്സുമല്ല, പരിധിക്കപ്പുറത്തേക്കുള്ള ഒന്നാന്നുള്ള തിരിച്ചറിവ്. ജീവൻ ഒരു സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിയുന്നത്. ഞാൻ ഇതിലൊന്നും ഒതുങ്ങുന്ന ഒന്നല്ല. എനിക്കൊരു വലിയൊരു സ്റ്റേറ്റ് ഉണ്ട്. ഞാനൊരു ജീവൻ മാത്രമെന്നുള്ള
എനിക്ക് മരണവുമില്ല, എനിക്ക് ജനനവുമില്ല. എന്നാൽ ഞാൻ പരിണാമത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ശരീരവും മനസ്സും മാത്രമാണിത്. ഇതിനെ എങ്ങനെ ഞാൻ പരിണാമപ്പെടുത്തണമെന്നുള്ളതിൻ്റെ ഒരു പ്രക്രിയ രീതിയാണ് ബ്രാഹ്മി 21 ഡേയ്സ് എന്നവരെല്ലാം അനുഭവിക്കുന്നതും. ഇനിയും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഓരോരുത്തരിലേക്കും ഈ പരിണാമത്തിനുള്ള ഒരു വിത്താണ്. ഇതൊരു ഗുരു പരമ്പരയിലുള്ള ഒരു അംശമാണ് ഞാൻ. ഈ പരമ്പരയിലൂടെ കടന്നു പോകുമ്പം ആ പരമ്പരയ്ക്ക് ഒരു വിത്തിടേണ്ട ജോലിയുണ്ട്. ഈ മണ്ണല്ല, ഈ മണ്ണൊരു മണ്ണാണ്. ഇവിടെ ഞാനൊരു വിത്ത് നട്ടാൽ അത് വളരും. അതേപോലെ തന്നെ മണ്ണിൽ ചിലപ്പം ഈ മണ്ണിൽ ചിലപ്പോൾ ആപ്പിൾ മരം കിളിച്ച് വരണമെന്നില്ല. അതിനൊരു ആപ്പിൾ മരത്തിൻ്റെ തന്നെ ഇതിടണം, എന്നാൽ അതെന്ത് ചെയ്യും, വളരും. അപ്പം ഇതിലേക്കൊരു വിത്തിടുക എന്നുള്ളതാണ് ഒരു ഗുരുവിൻ്റെ ദൗത്യം. അപ്പം ഇതൊരു ജീവനാണെന്നും ഈ ജീവൻ്റെ പരിണാമം ഈ സാഹചര്യത്തിനുണ്ടാവുന്നതിൻ്റെ അപ്പുറത്തിൽ നിന്ന് ഇത് വേറൊന്നുമായി ചേരുമ്പോൾ മാത്രമാണ് ആ പരിണാമത്തിൻ്റെ രുചിയെ അറിയാൻ സാധിക്കുള്ളെന്നും എനിക്ക് ഓരോ ബ്രാഹ്മി 21 ഡേയ്സ് കഴിയുമ്പോഴും എൻ്റെ ഉള്ളിൽ പരമാനന്ദമാണ്. എന്നുവെച്ചാൽ ഞാൻ ആ ദൗത്യം പൂർത്തീകരിച്ചു. ആ സ്റ്റേറ്റ് അറിഞ്ഞോ അറിയാതെ സംഭവിക്കും. അത് സംഭവിക്കുന്ന എൻ്റെ ആത്മനിർവൃതി ഒരാളുടെ ഇൻറ്റൻഷൻ അല്ല, അതൊരു പ്രജ്ഞയാണ്. അത് എൻ്റെ മനസ്സിൽ രൂപീകൽപ്പനപ്പെടുന്നത്, അത് ഈ സൃഷ്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ ശരീരം മനസ്സും മരിച്ചിരിക്കുമ്പോൾ ഒരു ഈശ്വരീയ പ്രകാശം നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ആ സംഭവിച്ചവരെല്ലാം തന്നെ അല്ലേ പ്രകാശത്തിൻ്റെ അടുത്തേക്ക് മറ്റുള്ളവർക്ക് പ്രകാശം വീശും. ആ വെളിച്ചത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്കെല്ലാം തന്നെ ഓരോ വിത്തും പോയിട്ടുണ്ട്. ഇപ്പം നാഗശിവായ സാധനയും ദേവി സാധനയും എല്ലാം തന്നെ ഒരു വിത്തടിയിലാണ്. അതെല്ലാം തന്നെ പരിണാമത്തിൻ്റെ വക്കാണ്. ഒരു വിത്തിട്ടാൽ വളമിടണം. മുന്നോട്ടുള്ള സാധനയും ഒരു വളമിടിച്ചിലാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറയുന്ന ഈ സ്റ്റേറ്റ് ധ്യാനശക്തി നമ്മളിൽ സംഭവിക്കും. ധ്യാനശക്തി സംഭവിക്കുമ്പോൾ ഞാൻ പറയും അവയർനെസ്, ധാരണയുടെ സ്റ്റേറ്റ് എത്തും. വിലയിരുത്താൻ പറ്റും എന്താണ് എൻ്റെ പ്യുവർ കോൺഷ്യസ് എന്നുള്ളത്. അത് സ്പന്ദിക്കും, സദാസമയം സ്പന്ദിക്കും. ഇതാണ് ഞാൻ, ഇതാണെന്നുള്ള സ്പന്ദിക്കും. വെറുതെ ഒരു ബുക്കിൽ നിന്നല്ല, അവനവൻ്റെ ബുദ്ധി പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഈ മനസ്സിനെ ശരീരത്തിന് അനുസരിച്ചേ പറ്റുള്ളൂ. ഇത് ശൂന്യതയിലേക്ക് തന്നെ നയിക്കും. ശൂന്യത പരമാനന്ദത്തിലേക്ക് നയിക്കും. അങ്ങനെ ആ ഊർജം വർദ്ധിച്ചെന്ത് പരിധിയിൽ കൂടുതൽ ഊർജം എന്ന് പറയുമ്പോൾ മാത്രമേ ഒരു വ്യക്തി മഹാസമാധിയിലേക്ക് കടക്കുന്നുള്ളൂ. അതാണ് ജ്ഞാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മുക്തി. നിങ്ങൾ ആനന്ദത്തെ തിരിച്ചറിഞ്ഞാൽ നിങ്ങളിൽ പരിധിയിൽ കൂടുതൽ ഊർജം വരും. അത് നിങ്ങളുടെ സഹസാര, നിങ്ങളുടെ കുണ്ടലിനി ചൈതന്യം ഉയർന്ന് നിങ്ങൾ ഇവിടെ കൂടെ മുകളിലേക്ക് ഉയരും. ഉയരുമെന്ന് വെച്ചാൽ എവിടെയല്ല അല്ലേ, ഒരു ബലൂൺ നമ്മൾ വീർപ്പിച്ചു. ഒരു ബലൂൺ വീർപ്പിച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? അത് ആ വീർപ്പിച്ച് കഴിഞ്ഞാൽ ആ കൂടുതൽ എയർ വരുമ്പോൾ അത് പൊട്ടുമ്പോൾ എന്തുണ്ടാവും? അത് എങ്ങോട്ടാണ് വ്യാപിക്കുന്നത്? ഈ അന്തരീക്ഷത്തിലൂടെ. അപ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ഒരു ബന്ധനമാണ്. ഈ ബന്ധനത്തിൽ നിന്നുകൊണ്ട് പരമമായിട്ടുള്ള ആനന്ദത്തെ അറിയാൻ പറ്റില്ല. ആനന്ദം പരിധി കൂടുതലാണ്. ഇതിൻ്റെ ബന്ധനത്തിൽ നിന്നുകൊണ്ട് അറിയേണ്ടതല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ലഹരിയാണെന്നുള്ള, ശിവാനന്ദ ലഹരിയാണെന്നുള്ള, ശുദ്ധബോധമാണെന്നുള്ള ഒരു തിരിച്ചറിവിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് വിളിച്ചത്. അപ്പോൾ ഊർജം വരുമ്പോൾ തന്നെ ഇതാ ബലൂൺ പൊട്ടും. അപ്പോൾ ഇതിനെയാണ് ഞാൻ പറയുന്നത് സ്റ്റേറ്റ്. ഇതാണ് ജീവൻ. ഇത് അനുഭവിക്കണം. ഇത് അനുഭവിച്ചറിയാനായിട്ടാണ് സാധനയും ധ്യാനവും എല്ലാം തന്നെ. സാധന എന്നത് മോർ ദാൻ ക്ലാരിറ്റി. ബ്രാഹ്മി 21 ഡേയ്സ് ഒരു വ്യക്തതയുടെ ദിവസങ്ങളാണ്. നിങ്ങളവിടെ സ്പന്ദിക്കുന്ന ഓരോന്നും, നിങ്ങൾ അറിയുന്ന ഓരോ തിരിച്ചറിവും, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ എക്സ്പീരിയൻസും, അവിടെ നടക്കുന്ന അതിലുണ്ടാവുന്ന ഓരോ സ്റ്റേറ്റുകളും, ഞാൻ പറഞ്ഞിരിക്കുന്ന ഓരോ ജ്ഞാനവും, അതെല്ലാം തന്നെ ഒരു ക്ലാരിറ്റിയിലേക്കാണ് കൊണ്ടുവന്നത്. നമുക്കറിയാം, നമുക്കിപ്പോൾ മുക്തി എന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്ന് പറഞ്ഞാലും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ അപ്പുറത്തേക്കുള്ള അതിനെ വിലയിരുത്താനുള്ള അത്രയും ബുദ്ധിയും അവബോധത്തെയും നമ്മൾ അറിയണം. അതിനെ നമ്മൾ അറിയണമെങ്കിൽ നമുക്കറിയാം, മുക്തി എന്ന് കേൾക്കുമ്പോൾ ഒരാൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റും, അത് ശരിയോ തെറ്റോ. പക്ഷെ അതിൽ ക്ലാരിറ്റി വന്നു കഴിയുമ്പം പിന്നെ സംഭവിക്കാം. ഈ ക്ലാരിറ്റി എങ്ങനെ വരുന്നത്? നമ്മൾ അറിയാതെ സംഭവിക്കാം വ്യക്തത. ആ ഡിസിഷൻ എന്ത് ചെയ്യും? നമ്മൾ ആ ഡിസിഷന് ഉപരി തന്നെ നമ്മൾ അതുമായി ചേരും അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്കറിയാം അതാണെന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു മഴ ഇത് കണ്ടു, മഴയുടെ കോള് കണ്ടു, മഴ പെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്നിട്ട് പോയി അവിടെ ഇരിക്കുകയല്ല. അതേപോലെ തന്നെ നമുക്കറിയാം ഇതാണ് എൻ്റെ സാധ്യത. ആ സാധ്യതയെ നമുക്കറിയാം, എന്തായാലും മഴ പെയ്യും, ഇറ്റിറ്റ് വീണും തുടങ്ങി, ഇപ്പോൾ ഇനി നല്ലൊരു മഴച്ചാറ്റൻ്റെ വരും. അപ്പോൾ നമുക്ക് ആ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ വ്യക്തത കിട്ടും, ഇതാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത്. ഇത് ഓരോ സാധകരുള്ളിലും സംഭവിക്കും. ഇതിനെയാണ് ഓരോ ഗുരുക്കന്മാരും ഓരോ യോഗയും അടിസ്ഥാനപ്പെടുത്തല്ലേ. യോഗ ജ്ഞാനം അർത്ഥമാക്കുന്നതാണ് സർവ്വതും ഒന്നാണ് എന്ന് വെച്ചാൽ ഇതിപ്പം വളരെ ഇതും ഞാനും ഒന്നാണ്. ഇതും ഞാൻ ജീവനാണ്, ഈ വൃക്ഷവും ജീവനാണ്. പക്ഷേ ഇതിനില്ലാത്തൊരു സാധ്യത ഇതിനുണ്ട്. ഇത് സൃഷ്ടിയുടെ ഏറ്റവും ഉയർന്ന തലമാണ്. ഇതിൻ്റെ പരിണാമമുണ്ട്, ഇതിന് പരിണാമപ്പെടാനായിട്ടുള്ള മാർഗമുണ്ട്. അപ്പം എല്ലാത്തിനെ സംബന്ധിച്ചും ഇതിന് നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ജീവനും, ഈ മനുഷ്യജീവൻ ഒരു സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തും. എല്ലാ നദിയും ഒഴുകിയെത്തുന്ന ഒരു സമുദ്രത്തിലേക്കാണെന്ന് പറഞ്ഞതുപോലെ ഇത് അങ്ങോട്ട് തന്നെ സഞ്ചരിക്കും. അത് ഈ പരിണാമം പോലെ തന്നെ സുഖത്തിൽ നിന്ന് ആനന്ദത്തെ സ്പന്ദിക്കണം.
അതിന് നിങ്ങൾ ധ്യാനം ചെയ്യണം, ചേരണം, നിങ്ങളുടെ ഘടനയായിട്ട് യോജിക്കണം. അപ്പോൾ ഇത് തന്നെ സംഭവിക്കും നമ്മളിലേക്ക്. അതാണ് ഇതിൻ്റെ രീതി. ഗുരുജി, അങ്ങയുടെ അടുത്ത സാധന പദ്ധതികൾ എന്തൊക്കെയാണ്? സാധന ക്രമീകരണങ്ങളും ഒക്കെ ഒന്ന് വിശദീകരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ബ്രാഹ്മി 21 ഡേയ്സ് ഇന്നാണ് കഴിഞ്ഞത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഗുരുജി അടുത്ത ഏതാ സാധന ക്രമീകരണം നമുക്കുള്ളത്? തീർച്ചയായിട്ടും സാധന ക്രമീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 12 ദിവസത്തെ സാധന ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. അതിൽ ഈ മാസം 5-ാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. ഈ മാസം 5 മുതൽ 12 ദിവസം നാഗശിവ. പിന്നെ എക്സ്പീരിയൻസ് ചെയ്ത ആ സെയിം എനർജിയിൽ അതിൻ്റെ 12 ദിവസം അത് ചെയ്യുമ്പം സാധന എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അനുഭവിച്ചറിയാം. എന്തായാലും നാഗം 12 അഷ്ടനാഗങ്ങളും ഇതൊരു 12 എന്നുള്ളത് സാധ്യതയാണ്. 112 ഇതിൻ്റെ ഈ ഒരു ഭൗതിക ശരീരത്തിൻ്റെ ഈ ഊർജ്ജ ശരീരത്തിൻ്റെ ചക്രങ്ങളുടെ സാധ്യത. ഇത്ര 112 വരെയാണ്. അത് ഭൗതിക ശരീരത്തിൻ്റെ അപ്പുറത്തേക്കാണ് ബാക്കിയുള്ള 2 ചക്രങ്ങളും. ഈ 12 നാഗങ്ങളും ഇതെല്ലാം തന്നെ നമ്മുടെ പല രീതിയിലും ഊർജ്ജ ശരീരത്തിൻ്റെ നാഡികളെ അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ആ കുണ്ടലിനി ചൈതന്യത്തെ ചില കൃപാവലയങ്ങളിലൂടെ നമുക്ക് പരിണാമത്തിൻ്റെ ഓരോന്നും അനുഭവിക്കാൻ. ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞത്, ബ്രാഹ്മി 21 ഡേയ്സ് ഇസ് ക്ലാരിറ്റി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിങ്ങൾ പരിണാമം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിണാമം സാധനയിലൂടെ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പരിണാമപ്പെടേണ്ടത് ഇതിൽ നിന്നുള്ള എല്ലാ ബന്ധനം മുക്തമായിട്ടായിരിക്കണം. അതിനുവേണ്ടി കുറച്ച് അകൽച്ച പാലിക്കണം നമ്മൾ ശരീരത്തിൽ മനസ്സിൽ നിന്ന്. അതിന് നല്ല സത്സംഗ് വേണം, ഇതുപോലെ തന്നെ ശാസ്ത്രം വേണം, ജ്ഞാനം വേണം, സാധന പരിധിയിൽ കൂടുതൽ സാധനയും വേണം. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ വേഗം അഗ്നിയോളം കത്തി നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഉയർന്നു നിൽക്കും ആ ബോധത്തിൽ. ആ ടേസ്റ്റ് ഒരു തവണ നമ്മൾ സ്പന്ദിക്കാൻ ആരംഭിച്ചേനെ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല അല്ലേ. പിന്നെ നമ്മൾ ചേർന്നു. അതാണ് ഇത്. നാഗശിവ എന്ന് പറയുന്ന ഒരു സാധ്യതയാണ്. 12 അഷ്ടനാഗങ്ങളും ശിവനും അതേപോലെ തന്നെ അനന്തനാഗസ്വാമി നാഗേക്ഷിയമ്മയും കൂടിച്ചേരുന്ന ഒരു സാധനം. പിന്നെ യന്ത്ര സാധനയും കൂടിയാണ്. ഓൾറെഡി നാഗമണ്ഡപത്തിൽ എനർജി ഒരു നോൺ ഫിസിക്കൽ എനർജി ആയിട്ട് വരുന്നു. അതിനെ നമ്മൾ യന്ത്ര രീതിയിൽ അത് കോൺസെൻട്രേഷൻ ചെയ്യുകയും ചെയ്തു. ആ യന്ത്രത്തിൻ്റെ എനർജി എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പം മന്ത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഈ ചക്രങ്ങളുടെ ഇതൊരു ഊർജ്ജ ശരീരം, ഇതൊരു ക്ഷേത്രമാണ്. ഇതിൻ്റെ പ്രവർത്തനം, ആ ഊർജ്ജത്തെ പ്രവർത്തിക്കുന്ന രീതിയാണ് മന്ത്രം. എന്നാൽ ഈ ഊർജ്ജത്തിനെ അതിൻ്റെ രീതിയിൽ കൈകാര്യം, ഇതൊരു ജോമെട്രിയാണ്. ഒരു ക്ഷേത്രത്തിൽ ഒരു ഡിവൈൻ ഇരിക്കുന്ന പല രീതിയിൽ ക്ഷേത്രങ്ങൾ ആകൃതി കണ്ടിട്ടില്ലേ? പല ത്രികോണങ്ങളും പല രീതിയിലുള്ള പരിക്രമങ്ങളും മുദ്രകളും ഒക്കെ പോലെ തന്നെ ഇത് നമ്മൾ മുദ്ര പിടിക്കുന്ന എന്തിനാണ്? നമ്മുടെ ഊർജ്ജ ശരീരത്തിൻ്റെ ആ ഒരു ജോമെട്രികൾ കറക്റ്റായിട്ട് വരാനായിട്ടാണ്. അപ്പം യന്ത്രം പല ചക്രങ്ങൾ അടിസ്ഥാനപ്പെടുത്തും. ഇപ്പോൾ നാഗയന്ത്രം നമ്മുടെ മൂലാധാരയും മണിപ്പൂരകയും വിശുദ്ധി ആജ്ഞയെ അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട്. ഇത്രയും 4 ചക്രങ്ങൾ സജീവമായിട്ട് നമുക്ക് നിൽക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഒരു സ്റ്റിൽനെസ് നമ്മളിൽ തന്നെ സംഭവിക്കുകയാണ്. പിന്നെ നാഗങ്ങളുടെ പ്രസൻസ്, അതിൻ്റെ തലങ്ങൾ, ആ ഊർജം തരുന്ന ഓരോ മാറ്റങ്ങൾ. അപ്പം ദൈവികപരമായിട്ടുള്ള ഒരു ക്രമീകരണം. നാഗങ്ങൾ കാണപ്പെട്ടവരാണ്. അവരെ നമുക്ക് വർഷിപ്പ് ചെയ്താൽ നമുക്ക് തന്നെ നമ്മുടെ ആ ഇന്നറിൽ അറിയാൻ സാധിക്കും അതിൻ്റെ സാധ്യത എന്തുമാത്രം ഉള്ളതാണ്. അതേപോലെ തന്നെ ഈ 4 ചക്രങ്ങൾ ഒരു വ്യക്തിയുടെ സജീവമാകുമ്പോൾ ഒരു യന്ത്ര രീതിയിൽ നമുക്ക് നോൺ ഫിസിക്കലായിട്ടൊരു എനർജി നമ്മളിലേക്ക് എപ്പോഴും അതുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഊർജ്ജ ശരീരത്തിൽ തന്നെ അത് കോൺസെൻട്രേറ്റഡ് ചെയ്യുവാണ് ആ ഊർജ്ജത്തെ. അത് നമുക്കറിയാം. എല്ലാവർക്കും പരിധിയിൽ കൂടുതൽ എനർജി വന്നാലാണ് ഇത് പൊട്ടുന്നത്. എന്നാൽ എല്ലാവരും ഗൃഹസ്ഥത്തിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് അത്രയും യോഗി തലത്തിലേക്ക് അവർക്ക് പലപ്പോഴും പലതിനും ഇൻവോൾവ് ആവാൻ സാധിക്കില്ലായിരിക്കും. അവരുടെ സാഹചര്യത്തിൽ കർമ്മബന്ധനങ്ങളും ഉണ്ട്. എന്നാൽ ഈ ബന്ധനങ്ങളിലെല്ലാം നിന്ന് അവർ സ്വതന്ത്രമാവണമെങ്കിൽ മന്ത്രം വേണം, യന്ത്രം വേണം, തന്ത്രം വേണം. എല്ലാത്തിലൂടെയും കടന്നു പോകണം. യന്ത്രം ഒരു വ്യക്തിയുടെ ആ ഒരു സ്റ്റേറ്റിനെ ചക്രങ്ങളെ ഉറപ്പിക്കുകയും അത് അടിസ്ഥാനപ്പെടുത്തുന്ന ഏത് ഡിവൈൻ ശക്തിയാണ്. നാഗത്തിന് എന്ത് ക്വാളിറ്റി ഇപ്പോൾ അറിയാം. സാധ്യതകളെ വിളിച്ചു കാളി, ദുർഗ, നാഗ, ശിവ സ്വന്തം ബോധം, ദേവി അർത്ഥമാക്കുന്ന ശക്തി. അപ്പോൾ ആ ശക്തിയാവുന്ന ചലനത്തിനെ നമ്മൾ വിളിച്ചു. അതേപോലെ തന്നെ സം ക്വാളിറ്റീസ് യക്ഷി, നാഗ, ഇതെല്ലാം തന്നെ പല ജീവൻ്റെ പല ഉപാസകരും കണ്ടെത്തിയതാണ്. യക്ഷി എന്ന് വിളിക്കാൻ ആ ഉപാസകൻ വിളിച്ച പേരാണ്. അത് എന്ത് രീതിയിലാണ് അവരുടെ ഭൗതികത്തിലും ആത്മീയതയിലും കൊണ്ടുവരുന്ന മാറ്റം അനുസരിച്ച്. അതേപോലെ തന്നെ പല രീതിയിലും നാഗ, കുണ്ടലിനിയുടെ ചൈതന്യം, യക്ഷി അതിൻ്റെ രീതി, ആ ഡിവൈൻ ഫോം, മെറ്റീരിയലിലും അതേപോലെ തന്നെ പ്രോസ്പെക്റ്റ് ഏതൊക്കെ രീതിയിലാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്, ആ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ആ യന്ത്രത്തിലൂടെ നമ്മൾ എത്രത്തോളം സ്വീകരിക്കുന്നു അത്രത്തോളം നമ്മുടെ ലൈഫും
ആ സാധന അല്ലേ, സാധന എന്ന് പറയുന്ന ആദ്യഘട്ടത്തിൻ്റെ ഒരു തുടക്കമാണ്. അത് പിന്നെ ഉപാസനയായി തീരും. പിന്നെ ആ ഡിവൈനും നമ്മളും കൂടി ചേരും. അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ പല സാധ്യതകളും ഈ ശരീരത്തിൻ്റെ അപ്പുറത്തിൻ്റെ വേറൊരു തലത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്ന ഡിവൈൻ ഒരു സാധ്യതയാണ്. ഒരു ഡിവൈൻ എൻറ്റിറ്റിയുടെ കൃപ വളരെ വലുതാണ്. നമ്മൾ സാധന ഒരു സാധനയിലൂടെ കടത്തി കൊണ്ടുപോവുകയും യന്ത്രത്തിൻ്റെ മാർഗം കാണിച്ചു തരികയും അതിലൂടെ മറ്റുള്ളവർ അനുഭവിക്കുന്ന തലങ്ങളനുസരിച്ച് അവർക്ക് അതിനുള്ള സാധ്യതകളും തന്നെ തുറക്കപ്പെട്ടണം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അവയർനെസ്, നിങ്ങളുടെ ക്ലാരിറ്റി അതിലേക്ക് തന്നെ നയിക്കും എപ്പോഴും. ഇത്രയും വിലപ്പെട്ട അറിവുകൾ പറഞ്ഞു തന്നതിന് ഗുരുജി നന്ദി, നമസ്കാരം. തീർച്ചയായും.